സോ നമ്മുടെ HTML പേജിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. അതായത് നമ്മൾ ഇതിനെ പറയുന്നതാണ് ടാഗ്സ് എന്ന് പറയുന്നത്. ഇതൊരു ടാഗാണ്, ഇതൊരു ടാഗാണ്. HTML എന്ന് എഴുതിയിരിക്കുന്നത് ഒരു ടാഗാണ്, ഹെഡ് എന്ന് എഴുതിയിരിക്കുന്ന ഒരു ടാഗാണ്, ടൈറ്റിൽ എന്ന് എഴുതിയിരിക്കുന്നതൊക്കെ ടാഗാണ്. പിന്നെ കണ്ടോ ഒരു സ്ലാഷ് ഇട്ടിട്ട് ചെയ്യുന്നത്, ഇതിനെ പറയുന്നതാണ്, ഇതിന് ക്ലോസിംഗ് ടാഗ് എന്നാണ് പറയുക. ഇത് ഓപ്പണിംഗ് ടാഗ്, ഇത് ക്ലോസിംഗ് ടാഗ്. അപ്പോൾ ഇതിൻ്റെ ജനറലായിട്ട് പറയുന്നത് കണ്ടെയ്നർ ടാഗ്സ് എന്നാണ്. കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും, അതിനെയാണ് കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയുന്നത്. സോ ഇതിന് പറയുന്നത് കണ്ടെയ്നർ ടാഗ്സ് എന്നാണ്. അപ്പോൾ ഈ കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് എലമെൻറ്റ്സ് ഇപ്പോൾ കണ്ടുവോ, HTML എന്ന് പറയുന്ന ഒരു കണ്ടെയ്നർ ടാഗാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ വേറെ കുറേ എലമെൻറ്റ്സ്. അപ്പോൾ ഇത്തരത്തിലുള്ള ടാഗ്സിനെയാണ് കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറയാം. കണ്ടെയ്നർ ടാഗ്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വേറെ എലമെൻറ്റ്സ് ഉണ്ടായിരിക്കും, കണ്ടന്റ് ഉണ്ടായിരിക്കും. അങ്ങനെ കണ്ടന്റ് വരാത്ത സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള ടാഗ്സ് വേറെ ഉണ്ട്. അതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം, അതെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ പഠിക്കുന്നതൊക്കെ കണ്ടെയ്നർ ടാഗ്സ് ആണ്. അതായത് ഒരു ടാഗിൻ്റെ ഉള്ളിൽ തന്നെ വേറെ എലമെൻറ്റ്സ് വരുന്നത്. അതായത് അങ്ങനത്തെ ടാഗുകൾക്ക് കണ്ടെയ്നർ ടാഗ്സിന് എന്തുണ്ടായിരിക്കും, ഒരു സ്റ്റാർട്ടിങ് ഓപ്പണിംഗ് ടാഗ് ഉണ്ടായിരിക്കും, ഒരു ക്ലോസിംഗ് ടാഗ് ഉണ്ടായിരിക്കും. അപ്പോൾ ഹെഡ് ടാഗും ഉണ്ട്. ഇവിടെ നോക്കുക നിങ്ങൾ, ഹെഡ് ടാഗ്. അപ്പോൾ ഈ ഹെഡ് ടാഗിൻ്റെ ഉള്ളിൽ തന്നെ കണ്ടു വേറെ കുറേ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ദെൻ അത് കഴിഞ്ഞിട്ട് അത് ക്ലോസ് ചെയ്യുന്നുണ്ട് അല്ലേ, ഈ ഹെഡ് ടാഗ് ക്ലോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപ്പം നമ്മുടെ വെബ് പേജിൻ്റെ ഒരു സ്ട്രക്ചർ നോക്കുക. ആദ്യം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് HTML ടാഗ് വെച്ചിട്ടാണ്, ക്ലോസ് ചെയ്യുന്നത് അത് HTML ടാഗ് വെച്ചിട്ടാണ് ക്ലോസ് ചെയ്യുന്നത്. പിന്നെ 2 സെക്ഷനാണുള്ളത്, ഹെഡ് സെക്ഷനും ബോഡി സെക്ഷനും. ഈ ഹെഡിൻ്റെ സെക്ഷനിലാണ് നമ്മുടെ എന്താണ് ഹെഡിങ്ങിൻ്റെ കാര്യങ്ങൾ, അതായത് നമ്മുടെ ടൈറ്റിലും കാര്യങ്ങളൊക്കെ വരുന്നത് ഹെഡ് സെക്ഷനിലാണ്. അപ്പോൾ എന്താണ് ഈ ടൈറ്റിൽ എന്നൊക്കെ പറയുമ്പോൾ, നിങ്ങൾ ഇപ്പം ഞാനിപ്പോൾ ഒരു വെബ് പേജ് എടുക്കുകയാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുമോ, മീറ്റ് HTML എന്ന് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പോൾ ഈ കേസിൽ മീറ്റ് HTML എന്ന് കാണുന്നുണ്ടല്ലേ. ഇപ്പോൾ ഇവിടെ ഇത് ടൈറ്റിൽ കൊടുത്തത് കൊണ്ടാണ് ഇവിടെ മീറ്റ് HTML എന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഒരു വെബ് പേജിൻ്റെ ഈ രീതിയിൽ കാണേണ്ട കാര്യങ്ങളാണ് നമ്മൾ ടൈറ്റിൽ കൊടുക്കുന്നത്. എൻ്റെ ഈ ഒരു അതേപോലെ തന്നെ ഇത് കണ്ടോ, ഫേസ്ബുക്ക് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ടോ? ഇതൊക്കെ എന്തിൽ വരുന്നതാണ്, നമ്മുടെ ഹെഡിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ ടാഗിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് ഇവിടെ ഹെഡിങ് ആയിട്ട് ഇതുപോലെ വരുന്നത്. ദെൻ നമ്മുടെ ഹെഡിൻ്റെ ഉള്ളിൽ ടൈറ്റിൽ കൊടുത്തതിന് ശേഷം നമ്മൾ ഹെഡ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, ഹെഡ് പോർഷൻ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. ദെൻ നമ്മൾ ബോഡി പോർഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഈ ബോഡീൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആക്ച്വൽ കണ്ടന്റ്, എന്തൊക്കെയാണ് നമ്മുടെ വെബ് പേജിൻ്റെ മെയിൻ പോർഷൻ വരുന്നത് ബോഡി സെഷനിലാണ്. അപ്പോൾ ഇതിന് ബോഡി ഒരു കണ്ടെയ്നർ ടാഗ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ അതിന് ഓപ്പണിംഗ് ടാഗും ഉണ്ട്, ക്ലോസിംഗ് ടാഗും ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ അതിൻ്റെ ബോഡി സെഷൻ എല്ലാം നമ്മൾ എഴുതേണ്ടത്. നമ്മൾ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് ബോഡി സെഷൻ. ഇതിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളാണ് നമുക്ക് സ്ക്രീനിൽ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് എല്ലാ കാര്യങ്ങളും സ്ക്രീനിൽ വരുന്നത് ഈ ബോഡി സെഷൻ്റെ ഉള്ളിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ഓരോന്ന് 1 by 1 ആയിട്ടൊന്ന് ചെയ്ത് നോക്കും. ഇതാണിപ്പോൾ നമ്മുടെ HTML പേജിൻ്റെ ഒരു സ്ട്രക്ചർ. അതായത് നമ്മൾ HTML ടാഗ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതേപോലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ 2 സെഷനാണ് വരുന്നത്, ഹെഡ് സെഷനും ബോഡി സെഷനും. അപ്പോൾ ഈ ഹെഡിൻ്റെ സെഷനിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്, ഇതിൻ്റെ ടൈറ്റിൽ എഴുതേണ്ടത് അല്ലേ. എന്നിട്ട് നമ്മുടെ ടൈറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ കണ്ടന്റ് എഴുതേണ്ടത്. ഇപ്പോൾ എന്താണ് നമ്മുടെ മൈ ഫസ്റ്റ് പേജ്, മൈ ഫസ്റ്റ് വെബ് പേജ്, ഇങ്ങനെ കൊടുക്കണം. ഇനി നിങ്ങളിതിൽ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളിത് സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സേവ് ചെയ്യേണ്ടത് ഇതിൻ്റെ ഇത് വരേണ്ടത് .html എന്നാണ്. ഓക്കെ, ഇത് സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കുക, അതിൻ്റെ എക്സ്റ്റൻഷൻ വരേണ്ടത് .html എന്ന് പറഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ ഇത് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, സോ അങ്ങനെ സേവ് ചെയ്യാം. ഞാനത് ഓൾറെഡി സേവ്ഡ് ആണ്, സോ ഞാനതൊന്ന് റീപ്ലേസ് ചെയ്യണം.
സോ മൈ ഫസ്റ്റ് പേജ് .html എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് സേവ് ചെയ്യുന്നത്. ഇനി ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിപ്പോൾ എൻ്റെ ഈ ഫോൾഡറിലാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഐക്കൺ നമ്മുടെ ബ്രൗസറിൻ്റെ ഐക്കണായിട്ട് വരും. അതായത് ഒരു HTML പേജ് ആയി കഴിഞ്ഞു. ഇപ്പം ഞാനിപ്പോൾ ചെയ്തത് HTML പേജ് ആയി കഴിഞ്ഞു, വെബ് പേജ് ആയി കഴിഞ്ഞു. അപ്പോൾ വെബ് പേജ് ഓപ്പൺ ചെയ്യേണ്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ എന്താണ് ബ്രൗസറുകളാണല്ലേ. ഇപ്പോൾ മൊസില്ല ആണെങ്കിലോ നമ്മൾ ഏതാണോ ഡിഫോൾട്ട് ബ്രൗസർ നമ്മുടെ സിസ്റ്റത്തിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്, അപ്പോൾ ആ ബ്രൗസറിൻ്റെ ഐക്കണായിട്ട് ഇത് വരും. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യണം. ഇത് ഇതാക്കിയിട്ടുണ്ടെങ്കിൽ ഇത് ഏതിൽ ഓപ്പൺ ആവും? നമ്മുടെ ബ്രൗസറിൽ ഓപ്പൺ ആവും. ഇപ്പം നിങ്ങൾ നോക്കുക, ഇതിൻ്റെ ഇത് കണ്ടുവോ? അഡ്രസ്സ് കണ്ടുവോ? നമ്മൾ ഇപ്പം ഇതിൽ ഇതാണ് നമ്മുടെ അഡ്രസ്സിൻ്റെ പോർഷൻ. ഇപ്പോൾ ആ ഒരു പേജിൻ്റെ അഡ്രസ്സാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിലൊന്നും ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് ജസ്റ്റ് ഈ പേജ് ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ മൊസില്ലയിലാണെന്നുണ്ടെങ്കിൽ മൊസില്ലയിലോ വേറെ ഏതിലാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്പെക്ട് എലമെൻ്റ് എടുക്കുക. കണ്ടോ? ഇൻസ്പെക്ട്. ഇതിൻ്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ സാധാരണ വെബ് പേജൊക്കെ ഡീബഗ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ഇതിൽ 2 സെഷനാണുള്ളത്. നമ്മുടെ ഫുൾ വെബ് പേജ് കണ്ടുവോ? അതായത് HTML ഉണ്ട്, ഇതിൻ്റെ ഹെഡ് ടാഗ് ഉണ്ട് അല്ലേ. ഹെഡ് ടാഗിൻ്റെ എൻ്റെ ടൈറ്റിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് മൈ ഫസ്റ്റ് പേജ്. അതായത് നിങ്ങളിപ്പോൾ നമ്മുടെ ബ്രൗസറിലേക്ക് ഫുള്ള് ഡാറ്റ ഈ ബ്രൗസറാണ് ഇതിനെ ഡീകോഡ് ചെയ്യുന്നത്. അതായത് നമ്മൾ എടുത്ത കോഡിനെ എന്ത് ചെയ്യണമെന്ന് കമ്പൈൽ ചെയ്തിട്ട് അതിനനുസരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ബ്രൗസറാണ്. സോ നമ്മുടെ ബ്രൗസറിലേക്ക് കംപ്ലീറ്റ് കോഡും എത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം നിങ്ങളിപ്പോൾ സാധാരണ ഇപ്പോൾ വേറെ ഏതെങ്കിലും ഒരു പേജ് എടുക്കുകയാണ്, ജസ്റ്റ് ഏതെങ്കിലും ഒരു പേജ്, നമ്മുടെ പേജിൽ നമ്മളൊന്നും ചെയ്തിട്ടില്ല, ഒന്നും അധികം ക്രിയേറ്റ് ചെയ്തില്ല. നമ്മളാകെ 2 സെഷനേ ഉള്ളൂ, ഹെഡ് സെഷനും ബോഡി സെഷനും. അപ്പോൾ അതിൽ നമ്മളൊന്നും കണ്ടന്റ് ഒന്നും കൊടുത്തിട്ടില്ല, ജസ്റ്റ് നമ്മൾ അതിൻ്റെ ടൈറ്റിൽ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കളർ കൊടുക്കണം, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇതിൻ്റെ ടാഗ്. ബോഡി എന്ന് പറയുന്നത് ടാഗും, പിന്നെ ഇനി കൊടുക്കാൻ പോകുന്നത് എൻ്റെ ആട്രിബ്യൂട്ട് എന്നാണ് പറയാം, BG കളർ. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ BG കളർ എന്ന് പറഞ്ഞിട്ടൊരു ആട്രിബ്യൂട്ട് ഉണ്ട്. നിങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള 2-3 ആട്രിബ്യൂട്ട്സ് നമുക്ക് പഠിക്കാം. കാര്യം കുറേ ആട്രിബ്യൂട്ട്സ് ഉണ്ട്, പക്ഷേ മെയിൻ ആയിട്ടുള്ള കുറച്ച് ആട്രിബ്യൂട്ട്സ് പഠിക്കുക. അതായത് ഇതിൻ്റെ കളർ മാറ്റണം. സോ നമ്മളതൊന്ന് നോക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ഇവിടെ കൊടുത്തപ്പോൾ വന്നു അല്ലേ, കണ്ടോ? സോ നമ്മൾ ഇതിൻ്റെ BG കളർ. ഇനി നമുക്കിതിൻ്റെ ഇതിൽ എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് കൊടുക്കാം. നിങ്ങൾക്ക് ഹെഡിങ് 6 തരത്തിലുള്ള ഹെഡിങ് ഉണ്ട്. അതായത് H1 /H1. നിങ്ങൾക്ക് ഹെഡിങ്ങിന് വേണ്ടിയിട്ട് 6 എണ്ണം ഉണ്ട്, H1 through H6. നിങ്ങൾക്ക് അതെന്താണെന്ന് മനസ്സിലാവും. ദിസ് ഈസ് ആൻ H1 ഹെഡിങ്. ജസ്റ്റ് H1 through H6 ഇത്രയും ഹെഡിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബോർഡിൻ്റെ ഉള്ളിൽ നമ്മൾ 6 ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. ഈ 6 ഹെഡിങ്ങും ഡിഫറെൻറ്റ് ഹെഡിങ്സ് ആണ്. അതായത് ഓരോന്നിനും ഓരോ വലുപ്പവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ കളറ് നമ്മൾ ഇതിലുള്ള ടെക്സ്റ്റിൻ്റെ കളറൊക്കെ മാറ്റാം. ബോഡിയിൽ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ടെക്സ്റ്റിൻ്റെ കളറൊക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ടാണ് യൂസ് ചെയ്യുക. അതിൻ്റെ ജസ്റ്റ് യെല്ലോ കൊടുക്കാം, യെല്ലോ. സേവ് ചെയ്യുക, എന്നിട്ട് റീഫ്രഷ് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാം, /H1 സ്ലാഷ് മാറിപ്പോയി കേട്ടോ. സാധാരണ നമ്മളതിലേക്ക് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. നിങ്ങൾക്ക് ശരിക്കും കോഡ് ചെയ്യുന്ന കുറേ പ്ലാറ്റ്ഫോംസ് ഒക്കെ ഉണ്ട്, അതിൽ നമ്മളതൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. സോ ഇതാണ് നമ്മുടെ
നമ്മൾ ഇത് കണ്ടോ, ഇവിടെ വന്നിരിക്കുന്നത് കണ്ടോ? എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്ന എല്ലാതും നമ്മുടെ ബ്രൗസറിൽ വരും. അപ്പോൾ അതിനനുസരിച്ചാണ് നമ്മൾ അത് എല്ലാം ഡിസൈനേഴ്സൊക്കെ ഡിസൈൻ ചെയ്യുന്നതും എന്തെങ്കിലും എറേഴ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാറ്റുന്നതൊക്കെ ഇവിടെ വന്നിട്ടാണ്. സോ ഇങ്ങനെയാണ് നമ്മൾ പല വിധത്തിലുള്ള ഹെഡിങ്സ് കൊടുക്കുന്നത്. ഇനി നിങ്ങൾക്ക് വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കളറല്ലേ, ഇനി ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കാം നമ്മുടെ ബോഡിക്ക്. അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ആട്രിബ്യൂട്ട് വെച്ചിട്ടാണ്. നിങ്ങൾ ഓരോന്നും പഠിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇമേജ് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞാനിപ്പോൾ ഇത് എൻ്റെ പേജ് സേവ് ചെയ്തിരിക്കുന്നത് HTML എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡറിൻ്റെ ഉള്ളിലാണ്. ഈ ഫോൾഡറിൻ്റെ ഉള്ളിലാണ് ഞാൻ എൻ്റെ എല്ലാ കണ്ടൻറ്റും ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ പേജും സേവ് ചെയ്യുന്നത് അവിടെ തന്നെ നിങ്ങൾ ഇമേജസും സേവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അങ്ങനെ ആ സെയിം ഫോൾഡറിൽ തന്നെ ഇമേജ് കൊടുത്താൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ആ ഇമേജിൻ്റെ നെയിം മാത്രം കൊടുത്താൽ മതി. ഇമേജിൻ്റെ ഞാനിപ്പോൾ ഇവിടെ ഒരു sky2.jpg ഞാനൊരു കുറച്ച് ഇമേജസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഡൗൺലോഡ് ചെയ്തിട്ടതാണ്. അപ്പോൾ ഞാനതൊന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ, ആ ഒരു സ്കൈൻ്റെ ഒരു ഇമേജ് ബാക്ക്ഗ്രൗണ്ടിൽ വന്നു. ഇപ്പോൾ നിങ്ങൾക്കത് നോക്കാം, ആ ഇമേജും നമുക്ക് നമ്മുടെ ബ്രൗസറിൽ വന്നിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടോ, സ്കൈ, ആ ഇമേജ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് ശരിക്കും പറയാച്ചാൽ എല്ലാം കറക്റ്റായിട്ട് വരേണ്ടതാണ്. എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോൾ എന്തോ പ്രശ്നം പറ്റി. ഓക്കെ, അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാം ഇവിടെ കറക്റ്റായിട്ട് തന്നെ എല്ലാം ലോഡായിട്ടുണ്ടായിരിക്കും. ഇത് കണ്ടോ. ഇനിയിപ്പോൾ നമ്മളിതിൻ്റെ ജസ്റ്റ് ഇതിൻ്റെ നെയിം ഒന്ന് തെറ്റിച്ച് കൊടുക്കണം. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇതിൻ്റെ എറർ എങ്ങനെയാണ് ഡിറ്റക്ട് ചെയ്യുക എന്നുള്ളത്. അതായത് ഇപ്പം ഇങ്ങനത്തെ ഒരു ഇമേജ് എൻ്റെ ആ ഫോൾഡറിലില്ല, ഇങ്ങനത്തെ ഒരു sky.jpg പറഞ്ഞാൽ എൻ്റെ ഫോൾഡറിലില്ല. ആ ഫോൾഡർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുക്കണം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു എറർ വന്നിരിക്കുന്നത് കണ്ടോ. അതായത് ഇതിലിപ്പോൾ ഇമേജ് ലോഡായിട്ടില്ല. അപ്പോൾ അതിൽ വരുന്നത് എന്താ എറർ വന്നിട്ടുള്ളത്, എറർ ഫയൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടാണ് എറർ വന്നിരിക്കുന്നത്. അതായത് sky.jpg എന്ന് പറയുന്നുള്ള ഫയൽ നമുക്ക് ഇതിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ബ്രൗസർ. അതായത് നമ്മുടെ ഈ വെബ് പേജിൻ്റെ കമ്പൈലേഷൻ, അതായത് HTML-ൻ്റെ ഒരു എന്താ പറയുക, അതിനെ പറയുന്നത് പാഴ്സിംഗ് എന്നാണ് പറയുക. അങ്ങനെ പാഴ്സിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫയലൊന്നും നോട്ട് ഫൗണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, അപ്പോൾ എറർ ഇതുപോലെ നമ്മുടെ ബ്രൗസർ തന്നെ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മൾ sky2.jpg. അപ്പോൾ നിങ്ങളുടെ ഒരു ജസ്റ്റ് ഒരു വെബ് പേജ് ക്രിയേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആയിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫസ്റ്റ് എന്താണ് HTML, അതിൻ്റെ ഹെഡ് സെക്ഷനിൽ കൊടുത്താൽ എന്താ വരിക, അതിൻ്റെ ബോഡി സെക്ഷനിൽ കൊടുത്താൽ എന്തൊക്കെയാണ് വരിക. ഇനി നിങ്ങൾക്ക് വേറൊരു സംഭവമുണ്ട്, കമൻറ്റിങ് എന്ന് പറയുമ്പോൾ അതായത് നിങ്ങൾക്ക് ഇതിൽ വേറെ കുറേ സംഭവങ്ങൾ ആഡ് ചെയ്യണം. ഇത് ഓരോന്നിനും, ഇതിപ്പോൾ ഞാനിപ്പോൾ ഇവിടെ എഴുതാണ്, എനിക്ക് ഓരോന്നിനും ഓരോ ടാഗിനും ഓരോ ഡിസ്ക്രിപ്ഷൻ എഴുതണം. ഇപ്പോൾ ഈ ബോഡി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, അതായത് ദ കമൻറ്റ്സ് ക്യാൻ ബി പ്ലേസ്ഡ് വിത്തിൻ ദ കമൻറ്റ് ടാഗ്. നമുക്ക് ഒന്നില്ലാന്നുണ്ടെങ്കിൽ ഇതിന് കമൻറ്റ് ടാഗ് യൂസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ പൊതുവായിട്ട് എല്ലാവരും യൂസ് ചെയ്യുന്നത് ഈ ടാഗാണ്. കമൻറ്റ് ടാഗിന് പകരം നമുക്ക് ഇതും യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഈ കമൻറ്റ് എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ജസ്റ്റ് നമ്മുടെ കോഡിലേക്ക് കുറച്ച് കമൻറ്റ്സ് ആഡ് ചെയ്യാൻ. ഈ കമൻറ്റുകളെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ ബ്രൗസർ ജസ്റ്റ് ടെക്സ്റ്റായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. അതിനെ ഒരു എലമെൻറ്റ്സ് ആയിട്ടോ അല്ലെങ്കിൽ കമാൻഡുകളായിട്ടോ കൺസിഡർ ചെയ്യില്ല. ജസ്റ്റ് ആ ഒരു കമൻറ്റ് ടാഗിൻ്റെ ഉള്ളിൽ വരുന്ന കാര്യങ്ങളൊക്കെ എന്താണ്, നമ്മൾ ഒരു ടെക്സ്റ്റ് മാത്രമായിട്ടാണ് കൺസിഡർ ചെയ്യുള്ളൂ. അതൊന്നും എന്തില്ല, നമ്മുടെ വെബ് പേജിൽ വരില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഇവിടെ ഇതിന് ഈ 3 ഹെഡ് ടാഗിനെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. നമ്മളെ കമൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു, ദെൻ കമൻറ്റ് ക്ലോസ് ചെയ്യുന്നു. കമൻറ്റ് സ്റ്റാർട്ട് ചെയ്തു, കമൻറ്റ് ഇവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, കമൻറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുക. ഇതും കണ്ടെയ്നർ ടാഗ് തന്നെയാണ്, ഇത് കമൻറ്റ്. ഓക്കെ,
അങ്ങനെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നോക്കാം. ഇപ്പം നിങ്ങൾ നോക്കൂ, ആ ഒരു ബാക്കിയുള്ളത് വന്നിട്ടില്ല. ഓക്കെ, ഇവിടെ വേറെ ഏതൊരു പ്രശ്നം പറ്റില്ല. അഡീഷണൽ സോ ഇവിടെ നിങ്ങൾ നോക്കുക, ഈ H3, H4, H6 എന്ന് പറയുന്ന ഈ ഒരു 4 ടാഗുകൾ ഇനി കൺസിഡർ ചെയ്യുന്നതും നമ്മുടെ വെബ് ബ്രൗസർ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഇതിനെ ടെക്സ്റ്റ് ആയിട്ടാണ്. അല്ലാതെ ഇതിനെ HTML കമാൻഡ്സ് ആയിട്ടല്ല നമ്മുടെ പാഴ്സർ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, കമ്പൈലർ കൺസിഡർ ചെയ്യുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക. ഇനിയിപ്പോൾ ഞാൻ മൊത്തം ഇത് കമൻറ്റ് ചെയ്യണം, എല്ലാം കമൻറ്റ് ചെയ്യണം. ഇതിനെ മൊത്തം ഞാൻ കമൻറ്റ് ചെയ്യാം, മൊത്തം ഈ ഹെഡിങ്സിനെ മൊത്തം കമൻറ്റ് ചെയ്യാം. വാട്ട് വിൽ ഹാപ്പൻ? ഒന്നും വന്നില്ല, എല്ലാം കംപ്ലീറ്റ് ചെയ്ത്. ഇത് കണ്ടോ, ഇവിടെ കണ്ടോ, ഇത് മൊത്തം കമൻറ്റ് കണ്ടോ, പച്ച കളർ കണ്ടോ? സാധാരണ കമൻസിനൊക്കെ നമ്മളതിൽ വരുമ്പോൾ പച്ച കളറിലാണ് കാണിക്കുക. ഇതെല്ലാം കമൻ്റാണ്, ഇതിന് എലമെൻസ് ഒന്നും അല്ല. ഓക്കെ, ഇനിയിപ്പോൾ ഈ കേസിൽ തന്നെ ജസ്റ്റ് ഈ 3 മാത്രം കമൻറ്റ് ചെയ്താൽ എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കാം. ഇവിടെ കണ്ടോ, ഈ 2 ഇപ്പോൾ ഇവിടെ എലമെൻസ് ആണ്. നമുക്കതിനെ ബ്രൗസറിന് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ബാക്കിയുള്ളത് എന്താണ്? ടെക്സ്റ്റാണ്. ഈ ടെക്സ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമൻറ്റിൻ്റെ ആവശ്യം വരുന്നത്? അതായത് നമ്മളിപ്പോൾ കോഡ് ചെയ്യണം, നമ്മുടെ വലിയൊരു വെബ് പേജ് ഡിസൈൻ ചെയ്യണം. അങ്ങനെ ഡിസൈൻ ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഡിസൈൻ ചെയ്യും, എല്ലാ കാലകാലവും ആ കമ്പനിയിലൊന്നും ഉണ്ടായിരിക്കില്ല അല്ലേ? അപ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങൾ ഇനി നമ്മളെ ഫോളോ ചെയ്ത് വരുന്നത്, അതായത് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെ റീപ്ലേസ് ചെയ്ത് വേറൊരാളെ അവിടെ നിയമിക്കും. അപ്പോൾ ആ നിയമിക്കുമ്പോൾ അയാൾക്ക് നമ്മൾ ചെയ്തു വെച്ചത് എന്താണെന്നൊക്കെ മനസ്സിലാവണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാധാരണ എല്ലാവരും കമൻ്റായിട്ടാണ് ഓരോ ടാഗിൻ്റെ അവിടെ ഇങ്ങനെ ഇതുപോലെ എഴുതി വയ്ക്കും. എന്താ എഴുതി വയ്ക്കുക? ദിസ് ഈസ് ടു പ്രിൻ്റ് 6 head tags, headings. അപ്പോൾ ഇതെന്ത് ചെയ്യില്ല, ഇത് പക്ഷേ ഇങ്ങനെ ഇതുകൊണ്ട് കൊടുത്തോണ്ടുള്ള ഗുണം എന്താണ്? ഓരോ എലമെൻറ്റും എന്തിനാണെന്നുള്ളതൊക്കെ മനസ്സിലാവുകയും ചെയ്യും. ഇതെന്ത് വരില്ല, ബ്രൗസറിൽ വരില്ല അല്ലേ? ജസ്റ്റ് ടെക്സ്റ്റായിട്ട് മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഇപ്പോൾ കണ്ടോ, ടു പ്രിൻ്റ് 6 headings. ഇത് നമുക്ക് ബ്രൗസറിൽ ആവശ്യമില്ല, ഇത് ഇൻറ്റേർണൽ ആവശ്യങ്ങൾക്കാണ് നമ്മൾ കമൻറ്റ് യൂസ് ചെയ്യുന്നത്, നമ്മുടെ ആവശ്യങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നിങ്ങൾ ഇനി നോക്കിയിട്ട് വരേണ്ടത്. പല രീതിയിൽ നിങ്ങൾ ഡിസൈൻ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇതെല്ലാം റൺ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് റൺ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് സിസ്റ്റം ഇല്ലാത്തവർ, ഏതായിരുന്നു സൈറ്റ്, W3 സ്കൂൾസോ, നിങ്ങൾ ഇവിടെ പോവാട്ടോ, W3 സ്കൂൾസിൽ പോവാം. എന്നിട്ട് ജസ്റ്റ് ഈ കോഡ് ഇതിൽ ചെയ്യാം. ഓക്കെ, എന്നിട്ട് റൺ കൊടുക്കുക. ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ നിങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നിങ്ങൾക്ക് കിട്ടത്തില്ല, ബാക്കിയൊക്കെ ഓക്കെയാണ്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എവിടെയെങ്കിലും ഏതിലേലും ഒന്നിൻ്റെ URL എന്തെങ്കിലും കൊടുക്കുക. ജസ്റ്റ് ഏതിലൊരു ഇമേജ് കൊടുക്കുക. ഇമേജ് ഇതിൽ നോക്കുക, ഗൂഗിൾ ഇമേജസിലെ എന്നിട്ട് കോപ്പി ലിങ്ക് അഡ്രസ് വരുന്ന വിചാരിക്കുന്നു കേട്ടോ.
കറക്റ്റ് ഇമേജിൻ്റെ അഡ്രസ്സ് നമ്മൾ കൊടുക്കണം. ഇതിലൊരു ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇമേജ് കിട്ടുന്ന രീതിയിൽ ഏതെങ്കിലും ഇമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ അഡ്രസ്സ് കോപ്പി ലിങ്ക് അഡ്രസ് നമുക്ക് ഇവിടെ ഏത് അഡ്രസ്സാണെന്ന് നോക്കട്ടെ കേട്ടോ. ഓക്കെ ഫൈൻ. sky.jpg ലാസ്റ്റ് ഇങ്ങനെ .jpg വരുന്നതൊക്കെ അഡ്രസ്സാണ്, ഇമേജിൻ്റെ കറക്റ്റ് അഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ അതെടുത്താൽ മതി. അത് ജസ്റ്റ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ കണ്ടോ ആ ഇമേജ് അവിടെ വന്നു. നമ്മൾ ആ അഡ്രസ്സാണ്, ആ ഇമേജ് എവിടെയാണോ ഏതാണോ അതിൻ്റെ അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. നമുക്കിപ്പോൾ ഈ ഇതിൽ നമുക്ക് കൺട്രോളൊന്നും ഇല്ലാത്ത കാരണം, നമുക്ക് സ്വന്തമായിട്ട് ഫോൾഡറൊന്നും ഇതിൽ കൊടുക്കാൻ പറ്റാത്ത കാരണം നമ്മൾ ജസ്റ്റ് ഒരു ഇമേജ് എടുത്തിട്ട് അതിൻ്റെ അഡ്രസ്സ് കൊടുക്കുകയാണ്. ഓക്കെ, ഇതിൻ്റെ അഡ്രസ്സ് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ലിങ്ക് അഡ്രസ്സ് ഉണ്ടാവും. ഈ ഒരു ഇമേജിൻ്റെ അഡ്രസ്സായിരിക്കും അതിലുണ്ടാവുക. അത് ജസ്റ്റ് എടുത്തിട്ട് ഇവിടെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൻ്റെ ഇവിടെ പേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇത് വന്നു. അപ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഓട്ടോമാറ്റിക്കലായിട്ട് ഇതിന് വേണ്ടിയിട്ട് വെറുതെ ഇരുന്ന് തിയറി കാണാണ്ട് എഴുതി പഠിച്ച് സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു പ്രാവശ്യം ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതെല്ലാം മനസ്സിൽ നന്നായിട്ട് പതിയും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ സെഷൻ. നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെന്ന് വെച്ചാൽ ചോദിക്കാം.